അമ്മാമ്മയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇനി. എൻ്റെ കൊച്ചു കൂട്ടുകാരായ ചിക്കുവിനും ശ്യാമുവിനും വേണ്ടി ഞാൻ പാടി അവതരിപ്പിച്ച ആ കഥ കൂട്ടുകാരും കാണണം. ദുഷ്ടന്മാർ ഒരു നാളിൽ ശിക്ഷ നേടുമെന്നും നല്ലവർക്ക് ദീർഘനാൾ ആശ്വാസമുണ്ടാകുമെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. കാട്ടാറിൻ തീരത്തെ പൂമരത്തിൽ കാക്കമ്മ പെണ്ണൊരു കൂടുവച്ചു. കൂട്ടിൽ ഒരുക്കിയ പുൽമെത്തമേ തിരിയുവാൻ കാത്തിടും മുട്ട വച്ചു. 3 മുട്ട വച്ചു. കാട്ടാറിൻ തീരത്തെ പൂമരത്തിൽ കാക്കമ്മ പെണ്ണൊരു കൂടുവച്ചു. കൂട്ടിൽ ഒരുക്കിയ പുൽമെത്തമേൽ തിരിയുവാൻ കാത്തിടും മുട്ട വച്ചു. 3 മുട്ട വച്ചു. കാറ്റും മഴയും തകർത്തിടാതെ കാവലായി കാക്കമ്മ കൂട്ടിരുന്നു. പയർകാളും വേളയിൽ മാത്രമവൾ ഭക്ഷണത്തിനായി പുറത്തു പോകും. കാറ്റും മഴയും തകർത്തിടാതെ കാവലായി കാക്കമ്മ കൂട്ടിരുന്നു. വയർകാളും വേളയിൽ മാത്രമവൾ ഭക്ഷണത്തിനായി പുറത്തു പോകും. ആമരച്ചോട്ടിലെ പോതിലൊന്നിൽ ദുഷ്ടനാം പാമ്പൊന്നു പാർത്തിരുന്നു. കാക്കമ്മ പെണ്ണിന്റെ മുട്ടകൾക്കായി അവസരം കാത്തെന്നും പമ്മി നിന്നു. ഒരു നാളിൽ ഭക്ഷണം തേടിയമ്മ പതിവ് പോൽ പുറമേക്കു പോയ നേരം ചതിയനാം പാമ്പവൻ മുകളിലെത്തി മുട്ടകൾ 3 വയറ്റിലാക്കി. വൈകാതെ കാക്കമ്മ തിരിച്ചു വന്നു. മുട്ടകൾ കാണാഞ്ഞു ധരിച്ചു നിന്നു. ദുഃഖത്താൽ അവൾ പിന്നെ യാത്രലച്ചു. ഏറെ കരഞ്ഞു തളർന്നു വീണു. ക്രൂരനാം പാമ്പിനെ തുരത്തിടുവാൻ ഏകയായി കാക്കമ്മ കാത്തിരുന്നു. ഒരു നാളിൽ അവസരം വന്നണഞ്ഞു. ഒരു ദിനം അവൾക്കായി പിറന്നതാവാം. വഴിയാത്രക്കാരൻ കരടിച്ചേട്ടൻ ഓരത്തുമരച്ചോട്ടിൽ വിശ്രമിപ്പൂ. തൻ കുഞ്ഞുങ്ങൾക്കായി കരുതിടുന്ന മധുരപ്പഴങ്ങളും തേനുമുണ്ട്. കാറ്റേറ്റ് കരടി മയങ്ങിയപ്പോൾ കാക്കമ്മ മെല്ലെ അരികിലെത്തി. പഴങ്ങളും മറ്റും എടുത്തുകൊണ്ട് പാമ്പിന്റെ പോതിൽ തിരുകി വെച്ചു. കാറ്റേറ്റ് കരടി മയങ്ങിയപ്പോൾ കാക്കമ്മ മെല്ലെ അരികിലെത്തി. പഴങ്ങളും മറ്റും എടുത്തുകൊണ്ട് പാമ്പിന്റെ പോതിൽ തിരുകി വെച്ചു. കൺതുറന്നിടവേ കരടിച്ചേട്ടൻ കരുതിയവയ്ക്കായി പരതും നേരം മരത്തിന്റെ പോതിൽ പഴങ്ങൾ കണ്ട് ക്ഷുഭിതനായി അവിടേക്ക് പാഞ്ഞു ചെന്നു. കൺതുറന്നിടവേ കരടിച്ചേട്ടൻ കരുതിയവയ്ക്കായി പരതും നേരം മരത്തിന്റെ പോതിൽ പഴങ്ങൾ കണ്ട് ക്ഷുഭിതനായി അവിടേക്ക് പാഞ്ഞു ചെന്നു. ഒരു കമ്പെടുത്ത് പോതിലേക്ക് കരടി കലിപൂണ്ടാഞ്ഞു കുത്തി. ഉറക്കത്തിൽ കുത്തേറ്റ പാമ്പുണർന്നു. ചീറ്റിക്കൊണ്ടവനപ്പോൾ പുറത്തു ചാടി. പത്തി ഉയർത്തിയ പാമ്പിനുമേൽ കരടിച്ചേട്ടൻ ആഞ്ഞടിച്ചു. അടികൊണ്ട് പാമ്പ് പിടഞ്ഞു വീണു. ജീവനും കൊണ്ടവൻ കാടുവിട്ടു.